ഹലോ, ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയുകൊണ്ടാണ്. എനിക്കിങ്ങനൊരു പ്രോബ്ലം വന്നപ്പോൾ എൻ്റെ സിസ്റ്റത്തിൻ്റെ ടച്ച് പാഡ് വർക്കാവാതെ കഴ്സറൊന്നും കാണിക്കാതെ ഇരുന്നപ്പോൾ ഞാൻ ആകെ ടെൻഷനായി. അപ്പോൾ ഞാൻ കുറേ സൊല്യൂഷൻസൊക്കെ നോക്കി, ലോക്കായി പോയതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവാം എന്ന് കണ്ടു. അങ്ങനെ കുറേ സൊല്യൂഷനൊക്കെ ചെയ്ത് നോക്കിയിട്ട് ശരിയായില്ല. അപ്പോൾ എൻ്റെ പ്രോബ്ലം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഡിവൈസ് മാനേജറിൽ ഈ ഡ്രൈവ് ഉണ്ടായിരുന്നില്ല. ഈ മൈസ് എന്ന പോയിൻറ്റിങ് ഡിവൈസസ് എന്ന ഡ്രൈവ് മിസ്സായതുകൊണ്ടുണ്ടായ പ്രോബ്ലമാണ് എനിക്ക്. അപ്പോൾ നമ്മുടെയൊക്കെ സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കലി കുറേ ഡ്രൈവ്സ് ഉണ്ട്, ഇതൊക്കെ ഉള്ളതാണ്. ബട്ട് എന്തെങ്കിലും സിസ്റ്റം അപ്ഡേഷൻസൊക്കെ വരുമ്പോൾ മിസ്സാവുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇത് ഡൗൺലോഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്താൽ തീരാവുന്ന കാര്യമുള്ളൂ, ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഡെല്ലിൻ്റെ ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഡെല്ലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വെബ്സൈറ്റിലേക്ക് പോവുകയാണ്. എപ്പോഴും നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഓരോ ഡ്രൈവ്സ് ഡൗൺലോഡ് ചെയ്യുന്നതാണ് നല്ലത്. ലോക്കലായിട്ട് ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റത്തിന് നല്ലതല്ല. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഇവിടെ വ്യൂ ദിസ് പി സി, എൻ്റെ സിസ്റ്റത്തിൻ്റെ വ്യൂ എടുക്കാൻ വേണ്ടി റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കാം. ഇതാണ് എൻ്റെ പി സി. ഇതിൻ്റെ പ്രൊഡക്റ്റ് സപ്പോർട്ടിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അത് ചൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഡ്രൈവ്സ് ആൻഡ് ഡൗൺലോഡ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നോക്കുക, ഈ ഡ്രൈവ്സ് ആൻഡ് ഡൗൺലോഡ്സ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാം. അത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകുമ്പോൾ ഫൈൻ ഡ്രൈവ്സ് എന്ന് പറയുന്നൊരു റിസോഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഫൈൻ ഡ്രൈവ്സ് നമ്മൾ സെലക്ട് ചെയ്യാം. ആൻഡ് ദെൻ ഇപ്പോൾ ഇവിടെ ലോഡായിട്ടുണ്ട്. ഇവിടെ ഒരു കാറ്റഗറി കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഓൾ കാറ്റഗറിയാണ് കാണിക്കുന്നത്. ഈ കാറ്റഗറി നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ മൗസ് കീബോർഡ് ഇൻപുട്ട് ഡിവൈസസിന് വേണ്ടി ഒരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ ആ ഒരു കാറ്റഗറി ചൂസ് ചെയ്ത് കൊടുക്കുക. അതെ, മൗസ് കീബോർഡ്സ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്ന കാറ്റഗറി എടുക്കുക, സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇതായിട്ടുള്ള ഡ്രൈവ്സ് നമുക്കിവിടെ കാണാൻ പറ്റും, റിലേറ്റഡ് ഡ്രൈവ്സ്. അപ്പോൾ അതേ ഇവിടെ ഒരു ഡ്രൈവ് കാണിക്കുന്നുണ്ട്, ഇൻ്റർനെറ്റ് HID ഫിൽറ്റർ ഡ്രൈവ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാം. അപ്പം ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിത് ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ കഴ്സറൊക്കെ വന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നില്ല, ഞാൻ നിങ്ങളെ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ ഡൗൺലോഡ്സിൽ കിടപ്പുണ്ട്. ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ എന്താണ് സിസ്റ്റത്തിന് ഈ ഡ്രൈവ് മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് ആക്സസ് പെർമിഷൻ കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഇതാണ്. ഡൗൺലോഡ് ചെയ്തായത് അത് എടുത്ത്